കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. തീർച്ചയായിട്ടും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം ജില്ല വിട്ട് മറ്റു ജില്ലകളിൽ ആ ജില്ലയുടെ പ്രത്യേകതകൾ തേടി നമ്മൾ പൊതുവെ യാത്ര ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ജില്ലയിൽ ഇത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളും കാഴ്ചകളും ഉണ്ടായിട്ട് പോലും മറ്റു ജില്ലകളിലേക്ക് ഈ ജില്ലക്കാർ പോകുന്നത് എന്നുള്ളത് ചോദ്യമാണ്. കാരണം ഒരുപാട് മാറ്റങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, ചരിത്രപ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് കൂത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലം. നിരവധി കലാകാരന്മാരുള്ള, ചരിത്ര പുരുഷന്മാരുള്ള, എന്ത് മേഖല എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ വിജയിച്ചു നിന്ന ഒരു ചരിത്രമാണ് കൂത്തുപറമ്പിൻ്റെ മണ്ണിനുള്ളത്. എപ്പോഴും കൂത്തുപറമ്പ് എന്ന് പറയുന്നത് ഒരു ജ്വാലയാണ്, ഒരു ശക്തിയാണ്, ഒരു പവറാണ്. അത് ഏത് രീതിയിലെടുത്തു കഴിഞ്ഞാലും. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ളവർ പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. കൂത്തുപറമ്പിൻ്റെ മണ്ണിൽ ഒരു സംരംഭം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനെ വിജയിപ്പിക്കുവാൻ വേണ്ടി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് കൂത്തുപറമ്പ് മണ്ണിലെ നിവാസികളെല്ലാവരും. അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂത്തുപറമ്പ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല, വെളിയിൽ നിന്ന് പോലും നിരവധി ആൾക്കാർ എത്തിയ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ആഘോഷമാണ് കൂത്തുപറമ്പ് ഫെസ്റ്റ് 2K23. ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഒക്ടോബർ 21 മുതൽ നമ്മുടെ ഓഗസ്റ്റ് 21 മുതൽ ഒക്ടോബർ 1 തീയതി വരെയാണ് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. ഒക്ടോബർ 2 തീയതി വരെയാണ് ഇവിടെയൊക്കെ ആഘോഷങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. ഒരുപാട് ശരിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനസ്സിനിണങ്ങിയ ഒരുപാട് പ്രത്യേകതകളുള്ള, അല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വലിയ വലിയ താരങ്ങളുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന കൂത്തുപറമ്പ് ഫെസ്റ്റിലാണ് ഇന്ന് ഇമേജ് മൊബൈൽ കിസ് എന്ന് പറയുന്ന പ്രോഗ്രാമുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു പ്രത്യേകത വേണം ഒരു സംരംഭം, അല്ലെങ്കിൽ അതെന്തോ ആയിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് ആരംഭിക്കുമ്പോൾ അത് എല്ലാത്തിൽ നിന്നും ഒരു വ്യത്യസ്തത ഉണ്ടാകണം. ഇവിടേക്ക് ഈ കൂത്തുപറമ്പ് ഫെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സുന്ദരമായിട്ടുള്ളൊരു ഭൂമി നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഒരു മനോഹരമായിട്ടുള്ള വിമാനത്തിലൂടെയാണ് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. അത് വിമാനത്തിൽ കയറുക എന്നുള്ളത് ഓരോ ആൾക്കാരുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും വിമാനത്തിലൂടെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. കൂത്തുപറമ്പ് ഫെസ്റ്റ് 2K23 ഓഗസ്റ്റ് 21 മുതൽ ഒക്ടോബർ 2 വരെ കൂത്തുപറമ്പ് പാറാൽ ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മിക്കവാറും ആൾക്കാർ ഇവിടെ വന്നതായിരിക്കാം, എങ്കിൽ കൂടി വരാത്തവരുണ്ടെങ്കിൽ ഒരു വലിയ മനോഹരമായിട്ടുള്ള ഒരു ദിവസം, അല്ലെങ്കിൽ വന്നിട്ടുള്ള കുറച്ച് മണിക്കൂറുകളൊക്കെ കുട്ടികളോടൊപ്പം, നമ്മുടെ മാതാപിതാക്കളോടൊപ്പമൊക്കെ അടിച്ചു പൊളിക്കാനുള്ള ഒരു സുന്ദരമായിട്ടുള്ളൊരു നിമിഷമാണ് കൂത്തുപറമ്പ് ഫെസ്റ്റ് നമുക്കായിട്ട് സമ്മാനമായി നൽകുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്, ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. ഇനി ഉള്ളിലേക്ക് കയറണം. പാസ്പോർട്ട് എടുത്തിട്ടില്ലല്ലോ, വിമാനത്തിൽ കയറേണ്ട ആണല്ലോ. കുഴപ്പമില്ല, അവിടെ നമുക്ക് കൗണ്ടറിലൊന്ന് പറഞ്ഞു നോക്കാം, എങ്ങനെയെങ്കിലും നമ്മളൊന്ന് ഉള്ളിലേക്ക് കയറ്റുമോ. ഞാനും ക്യാമറാമാൻ ഇപ്പോൾ കുടുങ്ങിയിരിക്കാം. ഓനെയും പാസ്പോർട്ടില്ല, എനക്കും പാസ്പോർട്ടില്ല. അപ്പോൾ എന്തായാലും ഫ്ലൈറ്റിലേക്ക്, അല്ലെങ്കിൽ ഫ്ലൈറ്റിനുള്ളിലൂടെയാണ് കൂത്തുപറമ്പ് ഫെസ്റ്റ് നമ്മളെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. ഓരോ ദിവസവും ഓരോ പ്രിയപ്പെട്ട താരങ്ങളുടെ കലാപരിപാടികൾ, ഗാനമേളകളും വ്യത്യസ്തമായിട്ടുള്ള കലാവിഭവങ്ങളൊക്കെയാണ് ഇന്ന് കൂത്തുപറമ്പ് ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത് കുറേ ദിവസമായിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ തൻസീർ കൂത്തുപറമ്പ് മാപ്പിളപ്പാട്ടിൻ്റെ ഒക്കെ ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച മാപ്പിളപ്പാട്ടിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ തൻസീർ കൂത്തുപറമ്പിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമേളയാണ് ഇന്ന് ഇവിടെ ഈ ഒരു ദിവസം ഞങ്ങൾ എപ്പിസോഡ് ചിത്രീകരിക്കുന്ന ദിവസം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് സമയം നമുക്ക് കൂത്തുപറമ്പ് ഫെസ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇമേജ് മൊബൈൽ കിസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ആദ്യം അകത്തളത്തിലേക്ക് പോകുന്നു, അതിനുശേഷം കാഴ്ചകളൊക്കെ കാണാനുണ്ട്, പിന്നെ പതിപോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് നമുക്കങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ വരാത്തവർ തീർച്ചയായിട്ടും വരണം. സൂപ്പർ ഫെസ്റ്റാണ്, അടിപൊളി ഫെസ്റ്റാണ്. കാരണം കൂത്തുപറമ്പ് കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഫെസ്റ്റ്. നമുക്കിനി ഉള്ളിലേക്ക് പോകാം. ഓക്കെ, വാ. പലപ്പോഴും നമ്മൾ പ്രോഗ്രാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്കൊരു പൈലറ്റിൻ്റെ സെക്ഷനിലേക്ക് നമുക്ക് ഇതുവരെ ഒരു പ്രവേശനം ഉണ്ടായിരുന്നില്ല. നമുക്ക് പറഞ്ഞ സീറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പൈലറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിലാണ്. ഇപ്പോൾ നമ്മൾ കൂത്തുപറമ്പ് ഫെസ്റ്റിൻ്റെ അകത്തളത്തിലാണുള്ളത്. മനോഹരമായിട്ടോ, ഇതാണ് പൈലറ്റ് സെക്ഷൻ. പൈലറ്റ് ഇന്ന് ലീവാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് സീറ്റൊക്കെ അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ കൂത്തുപറമ്പ് ഫെസ്റ്റ് 2K23 എന്ന് പറയുന്നത്. ഈ ഒരു നാടിൻ്റെ എപ്പോഴും ഈ ആഘോഷം നമ്മുടെ കൂത്തുപറമ്പിനെ സംബന്ധിച്ച് ഭയങ്കരം, ഒരുപാട് പേര് വരുന്ന, ഒരുപാട് ആൾക്കാർ കാണാനും ആസ്വദിക്കാനും ഒരു കുറച്ച് സമയം എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കൂത്തുപറമ്പ് ഫെസ്റ്റ്. അപ്പോൾ ഇവിടെയൊക്കെ ആണ് നമ്മൾ ഇരിക്കുന്നത്. ഫ്ലൈറ്റ് പോകേണ്ട സമയമായിട്ടില്ല, ഏതാണ് സമയം. എനിക്ക് കുറേ എയറോസ്റ്റേഴ്സൊക്കെ വരും, അത്യാവശ്യം നല്ല ഫുഡും അത്യാവശ്യം ഫ്ലൈറ്റിൽ നിന്ന് വേണ്ട സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ
ചേട്ടാ ഈ ഫ്ലൈറ്റ് ഇപ്പോൾ ഇവിടത്തേക്കാ ദുബായിലേക്കാണോ അബുദാബിയിലേക്കായിരിക്കും അല്ലേ? അബുദാബിയിലേക്കാണ് ഈ ഫ്ലൈറ്റ് പോകുന്നത്, അബുദാബിയിലേക്കാണ് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ യാത്രക്കാരൻ എന്ന് പറയാൻ വേണ്ടി, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാ മറ്റേ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ നമുക്കൊന്ന് പരിചയപ്പെടാം. വെറുതെ പരിചയപ്പെടില്ല, സമ്മാനങ്ങളും കൊടുക്കാനുണ്ട്, ചോദ്യങ്ങളൊക്കെ ചോദിച്ച സമ്മാനങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കയറി വരുമ്പോൾ തന്നെ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു മൂഡാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി കേട്ടോ, സൂപ്പർ, പക്ക അടിപൊളി. ഒരു ഫ്ലൈറ്റിൻ്റെ എല്ലാ മൂഡും നല്ല രീതിയിൽ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കാഴ്ചകൾ കാണാൻ പോവാണ്. കാഴ്ചകൾ കാണാൻ, ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. കൂത്തുപറമ്പ് ഫെസ്റ്റ് വെച്ചിട്ടാണ് ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം സന്തോഷകരമാക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു ഫാമിലിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം, ചേട്ടൻ്റെ പേര്? എവിടെ സ്ഥലം എവിടെയാണ് സിമേട്ട? കതിരൂരാണ്. എന്താണ് ജോലി? എന്താണ്? ഡിസൈനറാണ്. പേരെന്താ ആളുടെ? എന്തോ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അല്ലേ? ചേച്ചിയുടെ പേരെന്താണ്? ജോലിയൊന്നും ചെയ്യുന്നുണ്ടോ? എവിടെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ണൂർ റേഷൻ ചാനൽ ഒരു പ്രോഗ്രാമാണ്. ഇമേജ് മൊബൈൽ കിസ് എന്നാണ് പരിപാടിൻ്റെ പേര്. ഒരു 3 ചോദ്യം ഞാൻ ചോദിക്കും, ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ സമ്മാനം തരാം. PSC എഴുതിയിട്ടുണ്ടോ? 2 പേരും എഴുതിയിട്ടില്ല. ചേച്ചി എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട്? 2. ഓക്കെ, 2 പ്രാവശ്യം. അപ്പോൾ PSCയിലൊക്കെ വരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പൊതുവേ ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ടീമൊന്നുമില്ല, നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാം. പറയുന്ന അനുസരിച്ച് കണ്ടില്ലേ, സമ്മാനങ്ങൾ കാണാം. തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ മൊബൈൽ കേസിൻ്റെ സമ്മാനം കൊണ്ട് വീട്ടിലേക്ക്. ഓക്കെ, ശരി. അപ്പോൾ വർക്കൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ. ഡിസൈനിങ് മേഖലയിൽ ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ ഒരു 4 വർഷം. ഓക്കെ. ഇതിൽ ആദ്യത്തെ 2 റൗണ്ടിലെ ചോദ്യങ്ങൾക്ക് ഞാൻ 4 ഓപ്ഷൻ വീതം തരാം. 3ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല, ആലോചിച്ചിട്ട് ഉത്തരം പറയാം, ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ട്. ചോദ്യം PSCക്കൊക്കെ മുന്നേ വന്ന ഒരു ചോദ്യമാണ്. ചോദ്യം കേട്ടോ. ഞാൻ പറയുന്ന 4 ജീവികളിൽ ഭക്ഷണം ചവക്കാതെ കഴിക്കുന്ന ജീവി ഏത് എന്നുള്ളതാണ് ചോദ്യം. പാമ്പാണോ, പുലിയാണോ, ഒട്ടകമാണോ, ജിറാഫാണോ? ആലോചിച്ച് പറയണം. ഏത് ജീവിയാണ് ഭക്ഷണം എപ്പോഴും നമ്മൾ പുതിയ പറയുന്നത് ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കണം അല്ലേ? ഏത് ജീവിയാണ് ഭക്ഷണം ചവക്കാതെ കഴിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. പാമ്പാണോ, പുലിയാണോ, ഒട്ടകമാണോ, ജിറാഫാണോ? പാമ്പ് എന്ന് പറയുന്നത്. ഏത് ജീവിയാണ് ഭക്ഷണം ചവക്കാതെ കഴിക്കുന്നത്? അതായത് ചില അതിൻ്റെ അർത്ഥം വിഴുങ്ങുന്നത് എന്നല്ലേ പൊതുവെ പറയാം. പാമ്പാണോ, പുലിയാണോ, ഒട്ടകമാണോ, ജിറാഫാണോ? ഒട്ടകം എന്ന് പറയുന്നത്. ചേച്ചി എന്ത് പറയുന്നു? പാമ്പ് തന്നെ പറയുന്നു. ചേച്ചി അതിൽ തന്നെ ഒറ്റ നിൽപ്പാണ്, പാമ്പിൽ തന്നെ. ഏത് ജീവിയാണ് ഭക്ഷണം ചവക്കാതെ കഴിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞിരിക്കുന്നത് പാമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാമ്പ് എന്നുള്ളത് റൈറ്റ് ആൻസർ. പാമ്പാണ് ഭക്ഷണം ചവക്കാതെ കഴിക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനമാണ് ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, കണ്ണൂർ കാൾടെക്സിലുള്ള ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സമ്മാനം. അത് മോക്ക് കൊടുത്തല്ലോ, മോളെടുത്തു. വലിയ സമ്മാനമാണ് മോളെ, അടിപൊളിയാണ്. ഓക്കെ, നമുക്ക് 2ാമത്തെ റൗണ്ടിലേക്ക് പോവാം. സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ട്. ചോദ്യം, വിമാനത്തിലെ കോക്പിറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സെക്ഷനാണ്. കോക്പിറ്റിൽ വെക്കുന്ന ആയുധം എന്തെന്നുള്ളതാണ് ചോദ്യം. വാളാണോ, കത്തിയാണോ, തോക്കാണോ, മഴുവാണോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. വിമാനത്തിലെ കോക്പിറ്റിനുള്ളിൽ വെക്കുന്ന ആയുധം വാളാണോ, കത്തിയാണോ, തോക്കാണോ, മഴുവാണോ? മഴുവാണ് കോക്പിറ്റിനുള്ളിൽ വെക്കുന്നത് എന്ന് പറയും. വിമാനത്തിൻ്റെ കോക്പിറ്റിനുള്ളിൽ വെക്കുന്ന രക്ഷപ്പെടാൻ എന്ന് പറയുന്നു, വാളെന്ന് പറയും. ചേട്ടൻ മഴു എന്ന് പറയുന്നു, ചേച്ചി പറയുന്നത് വാൾ എന്നാണ് പറയുന്നത്. വിമാനത്തിലെ കോക്പീറ്റിൽ വെക്കുന്ന ആയുധം എന്ത് എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ മഴു, ചേച്ചി പറഞ്ഞിരിക്കുന്നത് വാൾ. അപ്പോൾ നേരത്തേക്കാളും നേരെ ഓപ്പോസിറ്റായി. ആൾ പറഞ്ഞിരിക്കുന്ന മഴു. റൈറ്റ് ആൻസർ. അപ്പോൾ സെക്കൻഡ് റൗണ്ടിലെ സമ്മാനമാണ് ബാഗ് ആൻഡ് ബാഗ്. ബാഗുകൾക്ക് മാത്രമായുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. 3ാമത്തെ റൗണ്ടിൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഞാൻ ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന കുറച്ചുകൂടി വലിയൊരു സമ്മാനം തരാം. ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ 2ാമത്തെ റൗണ്ടിൽ തന്ന ബാഗ് ആൻഡ് ബാഗിൻ്റെ സമ്മാനം ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ച് വാങ്ങിക്കും. ഇപ്പോൾ കിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 2 സമ്മാനങ്ങൾ കൊണ്ട് കിറ്റ് ചെയ്യാം. 3ാമത്തെ റൗണ്ടിൽ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, ഇതുപോലെ 4 ഓപ്ഷൻ ഉണ്ടാവില്ല. ആലോചിച്ചിട്ട് ഉത്തരം പറയാം, ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാം. എനിക്ക് പറയാൻ പറ്റും എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ 3ാമത്തെ റൗണ്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കിറ്റ് ചെയ്യാം. കുഴപ്പമില്ല. 3ാമത്തെ റൗണ്ടിലേക്ക് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3ാമത്തെ റൗണ്ടിൽ ഞങ്ങൾ വാട്സപ്പിലേക്ക് ഒരു സുഹൃത്ത് അയച്ചെന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ആലോചിച്ച് ഡിസ്കസ് ചെയ്ത് ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ, തേർഡ് റൗണ്ട് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്.
ഈ ചോദ്യം ഞങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നത് ചപ്പാരപ്പടവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അഭിഷ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയാണ് ഈ ചോദ്യം അയച്ചു തന്നിരിക്കുന്നത്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു ഉത്തരേ പറയാൻ പാടുള്ളൂ. ചോദ്യം കേട്ടോ. രാമോജി റാവുവിൻ്റെയും രമാബായിയുടെയും 4ാമത്തെ പുത്രനായി ജനിച്ച ഈ വ്യക്തി ആദ്യകാലത്ത് ബാംഗ്ലൂരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഏത് പേരിലാണ് അദ്ദേഹം പ്രശസ്തനായത് എന്നുള്ളതാണ് ചോദ്യം. രാമോജി റാവുവിൻ്റെയും രമാബായിയുടെയും 4ാമത്തെ പുത്രനായി ജനിച്ച ഈ വ്യക്തി ആദ്യകാലത്ത് ബാംഗ്ലൂരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ KSRTCയുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഒരു സർവീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഏത് പേരിലാണ് അദ്ദേഹം പ്രശസ്തനായത് എന്നുള്ളതാണ് ചോദ്യം. അഭിഷയാണ് ചപ്പാരപ്പടവ് എന്നാണ് ഞങ്ങൾക്ക് ഈ ചോദ്യം അയച്ചു തന്നിരിക്കുന്നത്. ആരാണ് ഈ വ്യക്തി എന്നുള്ളതാണ് ചോദ്യം. വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി രജനീകാന്ത് എന്ന് പറയുന്നു. ഈ ചോദ്യം കേട്ടിട്ടില്ല. ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് രജനീകാന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാമോജി റാവു രമാബായിയുടെ 4ാമത്തെ പുത്രനായി ജനിച്ചു. ആൾ മുന്നേ ബാംഗ്ലൂർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്. ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് രജനീകാന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റൈൽമാൻ രജനീകാന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം മുന്നേ ബാംഗ്ലൂർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. റൈറ്റ് ആൻസർ. അടിപൊളി. ബാഗ് ആൻഡ് ബാഗ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള കണ്ണൂരിൽ ഏറ്റവും വലിയ ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. ഓക്കെ, ഇനി എപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് പോകണേ? ഒരു മണിക്കൂർ ബിരിയാണിയൊക്കെ കഴിച്ചങ്ങനെ. അപ്പോൾ സന്തോഷം, കാണാം. മോളെ ഈ സമ്മാനമൊക്കെ മോളെടുക്കണം കേട്ടോ. ഈ ആദിമ മനുഷ്യന്മാർക്ക് എന്താണ് കോത്തുകാർമ്മ ഫെസ്റ്റിലുള്ള ഫ്ലൈറ്റിൽ കാര്യം എന്നുള്ളതാണ് ചോദിക്കാൻ കണ്ടില്ലേ. നമ്മൾ ഈ കയറുമ്പോൾ തന്നെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ആദിമ മനുഷ്യന്മാരുടെ എപ്പോഴത്തെ ഒരു പ്രാചീനമായിട്ടുള്ള ഒരു രീതിയും കാര്യങ്ങളൊക്കെ അവരുടെ നിപ്പും ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കും നമ്മുടെ ഒരു വെൽക്കം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് താടിയുള്ള ആൾക്കാരുണ്ട്, താടി ഇല്ലാത്ത ആൾക്കാരുണ്ട്, എന്നെ പോലെ മുടിയില്ലാത്ത ആൾക്കാരുണ്ട്, മുടിയുള്ള ആളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഇതൊക്കെ നമ്മൾ സിനിമകളിൽ മാത്രം കാണുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ. ഇങ്ങനത്തെ രൂപം എന്നൊക്കെ പറയുന്നത് സിനിമകളും അതുപോലെ തന്നെ നമ്മളെ ഘോഷയാത്രകളിലൊക്കെ കാണുന്ന ഒരു സുന്ദരമായിട്ടുള്ള രൂപമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ആൾക്കും കാര്യങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അടിപൊളിയാണല്ലോ. സൂപ്പറായിട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. സൂപ്പർ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ആദിമ മനുഷ്യന്മാരും അതുപോലെ തന്നെ നമ്മുടെ മുന്നേ രൂപാന്തരം പ്രാപിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രതിമകളും കൃത്യമായിട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു യാത്ര മുന്നോട്ട് പോകുന്നത്. കൂത്തുപറമ്പ് ഫെസ്റ്റ് വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീം. നമസ്കാരം. പേരെന്താണ്? ശ്രീജിത്ത്. സ്വദേശം എവിടെയാണ് സീതേട്ടൻ? ഓക്കെ. സീതേട്ടൻ എന്താണ് ജോലി? എന്താണ്? ഞാൻ വെൽഡിങ് പോയിട്ട്. എങ്ങനെയാണ് ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? അടിപൊളിയായിട്ട് പോകും. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണോ അല്ലെങ്കിൽ ഈ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയതാണോ? ഇന്നുണ്ടായിരുന്നില്ലേ ജോലി? ചേച്ചിയുടെ പേരെന്താണ്? ജോലിയൊന്നും ചെയ്യുന്നുണ്ടോ? വീട്ടിൽ ജോലി തന്നെ ധാരാളം ഉണ്ട് അല്ലേ? മോളുടെ പേര് പറ. ദീത്യ. ദീത്യ എത്രയല്ലേ പഠിക്കണേ? എവിടെയാണ് പഠിക്കണേ? ചേച്ചിയുടെ പേര് പറ. ഓക്കെ. ജോലിയൊന്നും ചെയ്യുന്നുണ്ടോ ചേച്ചി? ടീച്ചറാണ്. എവിടെയാണ്? പേരെന്താണ്? വേദിക്ക് പഠിക്കുന്നുണ്ടോ? എത്രയല്ല പഠിക്കണേ? വേദിക്ക് UKG പഠിക്കണം. നന്നായിട്ട് പഠിക്കുമോ? മോളുടെ പേര് പറ. എന്ത് ചെയ്യുന്നു? വൈക 9th പഠിക്കുന്നു. എവിടെ പഠിക്കണം? രാജീവ് ഗാന്ധിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയാം. ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനൽ ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൻ്റെ പേര് മൊബൈൽ കിസ് എന്നാണ്. പ്രോഗ്രാമിൻ്റെ പേര്. ചോദിക്കുന്നത് GK ആണ്. ഒരു 3 റൗണ്ടിൽ ഓരോ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ഉത്തരം പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ സമ്മാനം തരാം. ഇവിടെ ഒരു ടീമായിട്ടൊന്നുമില്ല, ഡിസ്കസ് ആയിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു ടീച്ചർ ഉത്തരം പറയുമായിരിക്കും അല്ലേ? ഒട്ടും അറിയാതെ. കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലെ ചെറിയൊരു ചോദ്യമാണ്. അതിന് ഞാൻ 4 ഓപ്ഷനും തരാം. ആദ്യത്തെയും രണ്ടാമത്തെയും റൗണ്ടിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് 4 ഓപ്ഷൻ തരാം. 3ാമത്തെ റൗണ്ടിൽ ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. ആലോചിച്ചിട്ട് ഉത്തരം പറയാം. സീതേട്ടൻ റെഡി അല്ലേ? സ്വന്തം സ്ഥാപനമാണോ? അല്ലല്ല. ഓക്കെയാണ്. ശരി. ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ട്. ഞാൻ 4 ഓപ്ഷൻ തരാം. ഇതിൽ കൺപോള ഇല്ലാത്ത ജീവി ഏത് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ചീങ്കണ്ണിയാണോ, മത്സ്യമാണോ, തവളയാണോ, ആമയാണോ? കൺപോള ഇല്ലാത്ത ജീവി ചീങ്കണ്ണിയാണോ, മത്സ്യമാണോ, തവളയാണോ, ആമയാണോ? നമ്മളിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ. കൺപോള ഇല്ലേ? കൺപോള ഇല്ലാത്ത ജീവി ഏതാണ്? ചീങ്കണ്ണിയാണോ, മത്സ്യമാണോ, തവളയാണോ, ആമയാണോ? പറഞ്ഞേ. കേൾക്കട്ടെ, പറയൂ. എന്തിനാ പേടിച്ചിരിക്കണേ? പറഞ്ഞോ. മത്സ്യം എന്ന് പറയുന്നു. ടീച്ചർ എന്ന് പറയുന്നു. ചീങ്കണ്ണിയാണോ, മത്സ്യമാണോ, തവളയാണോ, ആമയാണോ? കൺപോള ഇല്ലാത്തത് മത്സ്യം എന്ന് പറയുന്നു. മത്സ്യം. ആമ എന്ന് പറയുന്നു. ഓക്കെ. ഏത് ജീവിക്കാണ് കൺപോള ഇല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ കൂട്ടുകാരി ആദ്യം പറഞ്ഞിരിക്കുന്നത് മത്സ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺപോള ഇല്ലാത്ത ജീവി. ഞാൻ പറഞ്ഞതിൽ കൺപോള ഇല്ലാത്ത ജീവി എന്ന് പറയുന്നത് മത്സ്യം. റൈറ്റ് ആൻസർ.
അപ്പോൾ ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന കണ്ണൂരിലെ കാൾടെക്സിലുള്ള ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഓക്കെ, ഇതിനു മുന്നേ പരിപാടിക്കൊക്കെ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? കലാപരിപാടിക്ക് പങ്കെടുക്കാറുണ്ടോ? എന്തൊക്കെ പരിപാടിക്ക് പങ്കെടുക്കാറ്? പഠിക്കുന്നുണ്ടോ? മോണാക്ട് പഠിച്ചിട്ടുണ്ടോ? ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അല്ലേ? ശരി, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാം. സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ട്. ചോദ്യം, നമുക്ക് ഈ മലയാളികൾക്കൊരു വൈകുന്നേരം ഒരു 4 മണി 4 ടൈമിന് ചായ കിട്ടിയിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു ഇറിറ്റേഷനായിരിക്കും. അങ്ങനെ ഒരു സ്വഭാവക്കാരനാണോ? ചായ നിർബന്ധമാണ് അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഓക്കെ, ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. വൈകുന്നേരം ഒരു ചായ വേണം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ചായ വേണം, പത്രം വായിച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസം ഒരു വല്ലാത്തൊരു മൂഡ് ഓഫ് ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് ഇതുണ്ട്. നമ്മൾ കേരളത്തിൽ ചിലപ്പോഴെങ്കിലും ചായയുടെ ഉപയോഗം വളരെയധികം കൂടുതലായിരിക്കാം. ചോദ്യം, ചൈനയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാനീയം ഏതെന്നുള്ളതാണ് ചോദ്യം. കാപ്പിയാണോ, വൈനാണോ, ചായയാണോ, ഗ്രീൻ ടീ ആണോ? ചൈനയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാനീയം കാപ്പി. ഇതൊക്കെ PSCക്ക് അങ്ങനെ ക്വിസ് കോമ്പറ്റീഷനൊക്കെ വന്ന ചോദ്യമാണ് കേട്ടോ. ചൈനയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാനീയം കാപ്പിയാണോ, വൈനാണോ, ചായയാണോ, ഗ്രീൻ ടീ ആണോ? ചൈനയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ഇത് നമുക്ക് വലിയ ദോഷമൊന്നും നമ്മുടെ ശരീരത്തിന് വലിയ ദോഷമൊന്നും ഉണ്ടാവാത്തൊരു സാധനമാണ്. കാപ്പി, വൈൻ, ചായ, ഗ്രീൻ ടീ. ഈ ചൈനക്കാർ പൊതുവെ മറ്റുള്ളവർക്ക് ദോഷമുള്ള സംഭവങ്ങളാണല്ലോ കൊണ്ടുവരുന്നത്. അവർക്കൊരു ദോഷം ഗ്രീൻ ടീ എന്ന് പറയുന്നത്. കാപ്പി, വൈൻ, ചായ, ഗ്രീൻ ടീ. ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ചൈനയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാനീയം ഏത് എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ ടീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീൻ ടീ എന്നുള്ളത് റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. ഇത് മുമ്പേ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. അതിൻ്റെ ക്രെഡിറ്റ് കൂടി ഇരിക്കട്ടെ നമുക്ക് അല്ലേ? ശരി, ഒറ്റൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. ഇതിന് ഓപ്ഷൻസ് ഇല്ല, ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാം. പറയുന്ന ഉത്തരം ശരിയാണെങ്കിൽ ഞാൻ ബമ്പർ സമ്മാനം തരാം. പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ ഈ സമ്മാനം ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വാങ്ങിക്കും. ഇപ്പോൾ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 2 സമ്മാനങ്ങൾ കൊണ്ട് ക്വിറ്റ് ചെയ്യാം. വിശ്വാസം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് ക്വിറ്റ് ചെയ്യാം. എന്ത് ചെയ്യുന്നു? പക്ഷേ ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാം. പക്ഷേ 4 ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. എന്ത് ചെയ്യണം? ശ്രീതേട്ടാ, തൽക്കാലം ഇത് കിട്ടിയതുകൊണ്ട് ഓണം പോലെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകണില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച് കേട്ടോ. ബൈ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. കൂത്തുപറമ്പ് ഫെസ്റ്റിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. 2K23 നല്ല, ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മുടെ പ്രശാന്തേട്ടൻ പറയുന്നത് പോലെ തന്നെ, ഈ അനൗൺസ്മെൻറ്റിൽ പറയുന്നത് പോലെ തന്നെ, ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം കുടുംബക്കാരോടൊത്ത്, കുട്ടികളോടൊത്ത് ആസ്വദിക്കാനും ചെലവഴിക്കാനും കിട്ടുന്നൊരു സമയമുണ്ട് ജീവിതത്തിൽ. എപ്പോഴും മനോഹരമായിട്ടുള്ളൊരു നിമിഷം. നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ മലയാളികൾ കൂടുതലായിട്ടും ഒരുപാട് ദൂരസ്ഥലങ്ങളിലൊക്കെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകാറുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സംരംഭം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ അത് ചൂസ് ചെയ്യാത്തതെന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. വ്യത്യസ്തത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനും അല്ലെങ്കിൽ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂത്തുപറമ്പ് ഫെസ്റ്റിലേക്ക് വരാം. അപ്പോൾ വളരെ മനോഹരമാണ്. എല്ലാം പഠിക്കാൻ നമുക്ക് വെറും ജസ്റ്റ് കാഴ്ചകൾ മാത്രമല്ല, പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മനസ്സിലാക്കാനുള്ളൊരു കാര്യങ്ങളുണ്ട്. ഇവിടെ വരുന്നവരുമായി ബന്ധപ്പെട്ട് ചോദ്യോത്തരങ്ങളൊക്കെ ചോദിച്ചിട്ട് ഉത്തരം പറയുന്നവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല നല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ അയച്ചു തരുന്ന ചോദ്യങ്ങളാണ് മത്സരാർത്ഥികളോട് ചോദിക്കുന്നത്. ഉത്തരം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചോദ്യം ആരാണോ അയച്ചു തരുന്നത് അവർക്കുള്ളതാണ് സമ്മാനം. അപ്പോൾ തൽക്കാലം ഇന്ന് ഇവിടെ പറയാം. അടുത്ത എപ്പിസോഡിൽ പുതിയ മുഖങ്ങളുമായിട്ട് കൂത്തുപറമ്പ് ഫെസ്റ്റിൽ വെച്ച് തന്നെ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു. ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ.